എല്ലാവർക്കും അറിയാം, ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. 90 മിനിറ്റ് കഴിഞ്ഞുള്ള ഇഞ്ചുറി ടൈമിന്റെ 6-ാം മിനിറ്റിന് തൊട്ട് മുമ്പ് ബ്രസീൽ രണ്ടാമത് വല കുലുക്കി. ബ്രൂണോ ഗൊമേറസിൽ നിന്ന് ചെന്ന പാസ് റിസീവ് ചെയ്യുന്ന മാർട്ടിനലി ജപ്പാന്റെ വലയിലേക്ക് ചുമ്മാ ഒരു കിടിലം ഫിനിഷ് ചെയ്യുന്നു. ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. എനിക്ക് അറിയില്ല ഞാൻ ക്ലബിലിരുന്ന് എന്തൊക്കെയാ കാണിച്ചതെന്നുള്ളത്. പക്ഷെ ആഹ്ലാദമൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എനിക്ക് പെട്ടെന്നൊരു എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലി ഞാൻ ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് നമുക്കറിയാം, ജപ്പാന്റെ ഒരു പ്ലെയറിന്റെ കാലിൽ നിന്ന് വരുന്ന ഒരു മിസ്പാസിൽ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ മിസ്പാസ് ചെയ്തിരിക്കുന്നത് ടെനാക്കയാണ്. എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാനൊരു ലീഡ്സ് യുണൈറ്റഡ് ആരാധകനാണ് എന്നുള്ള കാര്യം. ടെനാക്ക ലീഡ്സിന്റെ പയ്യനാണ്. എന്റെ ഒരു ഫേവറേറ്റ് പ്ലെയർ ആണ്. സോ കറന്റ്ലി ഇപ്പോൾ ലീഡ്സ് യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് ടെനാക്ക. ടെനാക്ക നല്ല ടാലന്റഡ് ആയിട്ടുള്ള, ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള, ഭയങ്കര സ്പീഡി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ടെനാക്ക, ഞാൻ നോക്കുമ്പോൾ ടെനാക്ക അവിടെ ഇങ്ങനെ കിടന്ന് കരയുകയാണ്. സോ അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇമോഷണലി കണക്ട് ആയ ഒരു സാധനമായിരുന്നു. പക്ഷെ ഇത് ലീഡ്സ് അല്ല, ഇത് ജപ്പാനാണ്, ബ്രസീലിനെതിരെയാണ് കളിക്കുന്നത്. സോ എന്നുള്ള ആശ്വാസത്തിൽ ഞാനതങ്ങ് വിടുന്നു. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. കൗണ്ട് ഓഫ് 16 അത്ര എളുപ്പമൊന്നും അല്ല. നോർവേ ഓർ ഐവറി കോസ്റ്റ്. കാത്തിരിക്കാം. താങ്ക് യു.